അപ്പോൾ ഇന്ന് നീ നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു, അതുകൊണ്ടായിരിക്കും ഈ മൗനം അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വിഷമം അഭിനയിക്കാൻ അറിയില്ല കേട്ടാ. ഒരുമാതിരി സാഡ് സിനിമയിലെ നായകൻ പറഞ്ഞ പോലെ 10 സെക്കൻഡ് മൗനവും അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗും. നീ ലാഗ് അടിക്കേണ്ട കാര്യം പറയണ്ട. നീ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ ചോദിക്കും അച്ഛൻ്റെ ജോലി എന്താണെന്ന്. അന്ന് ഞാൻ അഭിമാനത്തോടെ പറയും ടീച്ചറെ സെൻറ്ററിങ് എന്ന്. അന്ന് ഈ സെൻറ്ററിങ് എന്ന് പറയാൻ നേരത്തെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ഗമയാണ്. കാരണം എന്നെപ്പോലെ തന്നെ അവന്മാർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇന്ന് വെയിലത്തിറങ്ങാൻ നമ്മളൊന്ന് ആലോചിക്കും. ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ഹെൽമെറ്റ്, സൺഗ്ലാസ്, മുഖത്തൊരു സ്കാർഫ്, സൺസ്ക്രീൻ ഇടാണ്ട് നീ പുറത്തിറങ്ങിയിട്ടുണ്ടാ. എന്നാൽ മൂപ്പരുണ്ടല്ലോ സിമെൻറ്റിൻ്റെ കറയെ ഒരു പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് മുഖത്തൊരു തോർത്തിട്ടിട്ട് 10ാം നിലയിലെ മുകളിൽ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ അതിൻ്റെ പേരാണ് സെൻറ്ററിങ് പണി. എടാ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. കൂലിപ്പണി തൊട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവർ വരെ. എടാ നിർത്ത്, നീ പറയുന്ന കാര്യങ്ങൾ അറിയാത്ത ഒരാളല്ല ഞാൻ. എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ സിറ്റുവേഷനിൽ വിഷമം സംസാരിക്കുന്ന ഒരാളിനെയാണ്. ഉണ്ടായിരുന്ന കേൾക്കണമായിരിക്കും, സൗകര്യമില്ല. എടാ എല്ലാ മക്കളിനെ പോലെ പേരൻസിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്ന മക്കൾ തന്നെയാണ് നമ്മളും. ഇപ്പോൾ നീ എന്തിനാണ് നിൻ്റെ അച്ഛനെ കാണാൻ പോയത്? അത് ഒരു 100 രൂപ ചോദിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ 2 പേരുടെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലാന്ന് അർത്ഥം. എടാ നമ്മളൊന്ന് രക്ഷപ്പെടുന്നവരെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതാണ് അതിൻ്റെ നാട്ടു നടപ്പ്. എങ്ങനെയാടാ? അച്ഛനമ്മയും കഷ്ടപ്പെടുന്നു, നമ്മൾ തിന്നു കുടിക്കുന്നു, അങ്ങനെയാണോ? എടാ വെയിലും മഴയും കൊള്ളില്ല എന്നേ ഉള്ളൂ, നമ്മളും കഷ്ടപ്പെടുന്നുണ്ട്. എടാ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടുമ്പോൾ കൂടെ ഉള്ളവരെ രക്ഷപ്പെടുത്തും.